എല്ലാവർക്കും നമസ്കാരം. ഇത്രയും ദിവസം ഞാൻ മൗനം പാലിച്ചത് അമ്മയ്ക്ക് വേണ്ടി. നിരപരാധിത്വം തെളിയിക്കാതെ ഇനി പടിയിറങ്ങില്ല. ഇത് പറഞ്ഞത് ആരാണെന്നല്ല ചോദിക്കുന്നത്, ശ്വേതാ മേനോൻ. ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെ ഉള്ളുകൊണ്ട് ചിരിക്കുക ചെയ്തത്. വേറൊന്നും കൊണ്ടല്ല, ഒരു പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു വ്യക്തി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇവർ അന്ന് ചെയ്തിട്ട് പോയത്. ജനറൽ ബോഡി കഴിഞ്ഞ് ഉടനെ തന്നെ പ്രഖ്യാപിക്കുന്നു, ഞാൻ എൻ്റെ സ്ഥാനം രാജിവെക്കുന്നു, മെമ്പർഷിപ്പും രാജിവെക്കുന്നു. എന്നിട്ട് കുറേ നാളുകൾ മിണ്ടാതിരിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ വന്ന് പറയുന്നു, ഞാൻ രാജിവെച്ചിട്ടില്ല. ഏകദേശം 500 പേരടങ്ങുന്ന ഒരു സംഘടന, ആ 500 പേരെയും ഇവർ നാണം കെടുത്തല്ലേ ചെയ്യുന്നത്, ഇൻസൾട്ട് ചെയ്യല്ലേ ചെയ്യുന്നത്. ആ ജനറൽ ബോഡി വെച്ചിട്ടാണ് പറയുന്നത് രാജിവെച്ചു എന്ന് പറയുന്നത്. എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞ് വന്ന് പറയുന്നു രാജിവെച്ചിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇവർ അന്ന് മീഡിയയ്ക്ക് കൊടുത്തൊരു ബൈറ്റ് ഉണ്ട്. ഇമോഷൻ്റെ പുറത്താണോ എന്തിൻ്റെ പുറത്താണെന്ന് അറിയില്ല, പക്ഷെ പറഞ്ഞത് ഞാൻ രാജിവെച്ചു എന്നാണ്. എന്നിട്ട് ഇന്നതേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമുക്കതൊക്കെയാണ് ഇന്ന് നമ്മുടെ സംസാര വിഷയം. എൻ്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ജനങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല, ജനങ്ങൾക്ക് വേണ്ട വിഷയമല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ജനങ്ങളെയും ബാധിക്കുന്നുണ്ടല്ലോ. പുറത്തുനിന്ന് മതപരമായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് സ്പോൺസർഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി ജനങ്ങളെയും കൂടി ബാധിക്കുന്ന കാര്യമല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഏറെക്കുറെ ആണ് എന്നൊരു ഉത്തരത്തിലാണ് ഞാനും എത്തുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു തുടങ്ങാം. ഞാനും എൻ്റെ കമ്മിറ്റിയും റിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ശ്വേതാ മേനൻ എന്ന അമ്മ എന്ന മെമ്പർഷിപ്പ് റിസൈൻ ചെയ്യാണ്. കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതൊരു എജൻഡയായിരുന്നു. നമ്മൾക്ക് ഒന്നും പറയാതെ എജൻഡ വെച്ചിട്ട് നമ്മളെ പുറത്താക്കാൻ നോക്കി. രാജിവെച്ചു എന്നല്ലേ പറയുന്നത്, രാജിവെക്കുന്നോ രാജിവെക്കാൻ പോകുന്നോ എന്നൊന്നുമല്ല. ഞാനും എൻ്റെ കമ്മിറ്റിയും രാജിവെച്ചു. ശ്വേതാ മേനോൻ എന്ന ഞാൻ മെമ്പർഷിപ്പ് സ്ഥാനം പോലും ഉപേക്ഷിച്ചു. ഇതല്ലേ പറയുന്നത്? ഞാൻ കേട്ടതിൻ്റെ പ്രശ്നമാണോ? അല്ല, ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ആ വ്യക്തി ഇതേത് സ്ഥാനമാണ് രാജിവെച്ചത്? പ്രസിഡന്റ് സ്ഥാനമാണ്. ആ വ്യക്തി ഇപ്പോൾ പറയുന്നു ഞാൻ രാജിവെച്ചിട്ടില്ല. ഇവർ രാജിവെച്ചതിന് ശേഷമാണ് അവിടെ അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാകുന്നതും രമേശ് പിഷാരടിയുടെ കൺട്രോളിൽ അഡ്ഹോക് കമ്മിറ്റി വന്നു ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ അവർ ശ്രമിക്കുന്നത്. അപ്പോഴാണ് വന്ന് പറയുന്നത് ഞാൻ രാജിവെച്ചിട്ടില്ല എന്ന്. ഇത് കുട്ടിക്കളിയാണോ? ഒരുപാട് സിനിമാ താരങ്ങൾ അടങ്ങുന്ന സംഘടനയാണ്. അപ്പോൾ അതൊരു കുട്ടിക്കളി നടത്തേണ്ട സ്ഥലമല്ലല്ലോ. നിങ്ങൾക്ക് നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ അവിടെ നിന്നോട് ചെയ്യണമായിരുന്നു. അല്ലാതെ പുറത്തിറങ്ങി പോയിട്ട് തിരിച്ച് എനിക്ക് വരണം, ഞാൻ രാജിവെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മുറവിളി വിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അത് ഇനി അവർ അംഗീകരിക്കും തോന്നുന്നുണ്ടോ? സംശയമാണ്. ചിലപ്പോൾ അംഗീകരിക്കുമായിരിക്കും, മെമ്പർഷിപ്പ് സ്ഥാനം അംഗീകരിക്കുമായിരിക്കും. അല്ലാണ്ട് പ്രസിഡന്റ് ആവാൻ ഇനി അവർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയേക്കാം ഗൂഢാലോചന അതിന്റെ ഒരു കെണിയായിട്ട് തന്നെയാണ് കുറെ ഇവിടെ ഉള്ള വനിതാ നേതൃത്വത്തിൽ ആകെ അവിശ്വാസത്തിലാണോ? അല്ല, വനിതാ നേതൃത്വത്തെ ഇതില് വനിതയല്ല, ഇതില് പാവകളായില്ലെങ്കിൽ ആ സ്ഥാപന ഓടിക്കാൻ പറ്റില്ല. പാവ ആവാൻ ഞാൻ റെഡിയല്ല. ഇപ്പൊ പാവയാവാൻ റെഡിയാണോ? പാവയാവാൻ റെഡിയായിട്ടാണോ ഇപ്പൊ തിരിച്ചു കയറാൻ നോക്കുന്നത്? അതോ ഈ അദാനിയുടെ ഫണ്ട് വരാത്തത് കൊണ്ട് അത് വരുത്താൻ വേണ്ടിയാണോ? കഴിഞ്ഞ ദിവസം ഉഷാ ഹസീന പറഞ്ഞ ഇന്റർവ്യൂവിനകത്ത്, അവർ കൊടുത്ത ഇന്റർവ്യൂവിനകത്ത് ഒരു പോയിന്റ് പറയുന്നുണ്ട്. അതായത് ഒരു അമ്പലത്തിൽ നിന്ന്, വെണ്ണലയുള്ള ഒരു അമ്പലത്തിൽ നിന്ന് 75 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയിട്ടുണ്ടായിരുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഉഷാ ഹസീന പറയുന്നുണ്ട് 2 ലക്ഷം രൂപയാണ് അവിടെ കിട്ടിയിട്ടുള്ളതെന്ന് പറയുന്നു. ബാക്കി ഫണ്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ആ ഇന്റർവ്യൂ കണ്ടവർക്ക് മനസ്സിലാവുമായിരിക്കും. 3 മാസമായത്രേ അവരുടെ കുടുംബസംഗമം കഴിഞ്ഞിട്ട്. കുടുംബസംഗമം സമയത്താണ് ആ ചെക്ക് മേടിക്കുന്നതെന്ന് പറയുന്നു. 3 മാസമായി കുടുംബസംഗമം കഴിഞ്ഞിട്ട് 2 ലക്ഷം രൂപ കിട്ടിയിട്ടുള്ളെങ്കിൽ ബാക്കി 73 ലക്ഷം രൂപ എവിടെ? ചോദ്യമാണ് ഇതൊക്കെ ജനങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇവിടെ രാജിവെച്ച് പോയവർ പിന്നെ തിരിച്ചു വന്ന് പറയുന്നു എനിക്ക് രാജിവെക്കണ്ട, എനിക്ക് നിരപരാധിത്വം തെളിയിക്കണം എന്നൊക്കെ പറയുന്നു. ഇതിൻ്റെ പേരിൽ ശ്വേതാ മേനോൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്ന് വായിക്കാം. അതിനകത്ത് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇത്രയും ദിവസം ഞാൻ മൗനം പാലിച്ചത് അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു. ഞാൻ മിണ്ടാതിരുന്നാൽ അമ്മയെ ചുറ്റിപ്പറ്റിയ വിവാദങ്ങൾ അവസാനിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ശ്വേത ചേച്ചിയോടൊരു ചോദ്യം, നിങ്ങൾ മിണ്ടാതിരുന്നാൽ എങ്ങനെയാണ് അമ്മയിലെ വിവാദങ്ങൾ അവസാനിക്കുന്നത്? കാരണം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ചാവേർ പോരാളി രംഗത്തുണ്ടായിരുന്നു, ലക്ഷ്മിപ്രിയ. അവർ കൊടുത്ത ഇൻ്റർവ്യൂവിൽ അവർ പല കാര്യങ്ങളും നിങ്ങളെ കോട്ട് ചെയ്ത് സംസാരിച്ചു. ഉഷാ ഹസീന കൊടുത്ത ഇൻ്റർവ്യൂവിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൻസിബയ്ക്ക് വേണ്ടി അൻസിബ കംപ്ലൈൻറ്റ് തന്നപ്പോൾ നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്നാണ് നിങ്ങൾ മറുപടി കൊടുത്തത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് ഇതിലൊന്നും ചെയ്യാനില്ല, നിങ്ങൾ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ്, വ്യക്തിപരമായിട്ട് തീർക്കണം എന്ന് പറഞ്ഞ പ്രസിഡന്റ് ലക്ഷ്മിപ്രിയയ്ക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് ലക്ഷ്മിപ്രിയ ഇവരുടെ മീറ്റിങ്ങിനകത്ത് വെച്ചിട്ട് ശ്വേത ചേച്ചിയാണ് എൻ്റെ കൂടെ നിന്നത്, എനിക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്തത് ശ്വേത ചേച്ചിയാണ് എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. അപ്പം നിങ്ങൾ ഡബിൾ സ്റ്റാൻഡല്ലേ കാണിച്ചത്? നിങ്ങൾ ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു? നമ്പേഴ്സിന് വേണ്ടിയാണോ, ചില വ്യക്തികൾക്ക് വേണ്ടിയാണോ? പ്രസിഡന്റുമാർ ഒരിക്കലും ബയസ്ഡ് ആവാൻ പാടില്ല എന്ന് പറയാറുണ്ട്, അൺബയസ്ഡ് ആയിട്ട് തന്നെ പ്രവർത്തിക്കണമെന്ന് പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്? ലക്ഷ്മിപ്രിയയ്ക്ക് വേണ്ടി അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ വാ അടയ്ക്കാത്തത് കൊണ്ട് പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യ ആൻറ്റിക്കെതിരായിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. ഇവരോട് ഞാൻ സംസാരിക്കില്ല, അതെൻ്റെ സനാതന ചൈതന്യം കളങ്കപ്പെടുത്തും. എന്താണ് ഈ സനാതന ചൈതന്യം? കൂട്ടുകാരിയും കൊണ്ട് ബാറിൽ പോയി
അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ ബാറിൽ പോയി അവർ മദ്യപിച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ ബില്ലടയ്ക്കുക, അതിൻ്റെ പേരിൽ അത് വന്ന് ഇൻ്റർവ്യൂവിൽ പറയുക, ഇതാണോ സനാതന ചൈതന്യം? അതല്ലെങ്കിൽ ഒരുമിച്ച് താമസിച്ചിട്ട് ആ കുട്ടിയെക്കുറിച്ച് ഒരു കഥയുണ്ടാക്കുക, ഇതാണോ സനാതന ചൈതന്യം? അല്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് ലക്ഷ്മി ചേച്ചിയുടെ സനാതന ചൈതന്യം? അപ്പോൾ ഇത്തരം ആൾക്കാരെ നിങ്ങൾ കയറൂരി അങ്ങ് വിടുകയായിരുന്നു. അവർ വായിക്ക് തോന്നിയ കോതയ്ക്ക് പാട്ട് പോലെ മീഡിയയുടെ മുമ്പിൽ നിന്ന് സംസാരിച്ചു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പ്രശ്നങ്ങൾ അവസാനിക്കുന്നത്? ആലോചിച്ച് നോക്ക്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ വിശ്വാസത്തെ തുടർച്ചയായി ആക്രമിക്കുകയും എൻ്റെ പേര് കളങ്കപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാതെ ഇനി ഞാൻ പിന്മാറില്ല. അത് അവിടെ നിന്ന് ചെയ്യണമായിരുന്നു. ആ അസോസിയേഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കണമായിരുന്നു. അതല്ല ചെയ്തത്. ഒരു അലിഗേഷൻ വന്നപ്പോൾ നിങ്ങൾ രാജിവെച്ച് പോയി. ഇപ്പോൾ പറയുന്നു ഞാൻ രാജിവെച്ചിട്ടില്ല എന്ന് പറയുന്നു. നിങ്ങൾ രാജിവെച്ചതിൻ്റെ പിന്നാലെയാണ് അഡ്ഹോക് കമ്മിറ്റി വന്നത് അല്ലേ? ഇനി അഡ്ഹോക് കമ്മിറ്റിയെക്കുറിച്ച് ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. ഇപ്പോൾ ചിലർ പറയുന്നത് ഞാൻ ജനങ്ങളെ വഞ്ചിച്ചുവെന്നും അമ്മയെ അനാഥമാക്കിയെന്നുമാണ്. ജനങ്ങളെ വഞ്ചിച്ചതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കാരണം ജനങ്ങളെ ഡയറക്റ്റ്ലി ഇത് ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇൻഡയറക്റ്റ്ലി ബാധിച്ചാലും ഡയറക്റ്റ്ലി ബാധിക്കില്ല. അതുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കൊരു അഭിപ്രായമില്ല. അമ്മയെ അനാഥമാക്കിയെന്നാണ്. ഒബ്വിയസ്ലി കാര്യം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ അവിടെയുള്ള മെമ്പേഴ്സ് അനാഥമാവുമല്ലേ? ഒരു സുപ്രഭാതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന കമ്മിറ്റി രാജിവെച്ച് പോവുകയാണ്. പിന്നെ ആരാണ് എന്താണ് ഏതാണെന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അനാഥമാക്കിയതല്ലേ? അല്ല, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, അമ്മയെ അനാഥമാക്കിയിട്ടുമില്ല. ഇന്ന് രാവിലെ ഒരു ബൈറ്റ് കണ്ടു, രമേഷ് പിഷാരുടെയും ഗണേഷ് കുമാറും കൂടി ചേർന്ന് മീഡിയയ്ക്ക് കൊടുക്കുന്ന ബൈറ്റ് കണ്ടു. അതിനകത്ത് പറയുന്നുണ്ട് കഴിഞ്ഞ 20 ദിവസമായിട്ട് അമ്മയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആ ഓഫീസിലേക്ക് വന്നിട്ടില്ല എന്ന്, അമ്മയുടെ ഓഫീസിലേക്ക് വന്നിട്ടില്ല എന്ന് പറയും. അതിന് മറുപടി കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ പോയിട്ടുണ്ടോ, പോയിട്ടില്ലയോ, കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, നടക്കുന്നില്ലയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മറുപടി പറയേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ. 2026 ജൂൺ 21 നടന്ന അമ്മയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിലേക്ക് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെക്കണമെന്ന മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ടയുമായാണ് ചിലർ, കൃത്യമായി പറഞ്ഞാൽ 10 മുതൽ 15 വരെ അംഗങ്ങൾ എത്തിയത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ 15 പേര് വിചാരിച്ചാൽ ഒരു കമ്മിറ്റിയെ താഴെ ഇറക്കാൻ പറ്റുമോ? എല്ലാ മെമ്പേഴ്സും ഒന്നടങ്കം പറഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് താഴെ ഇറങ്ങേണ്ടി വരുള്ളൂ. അപ്പം അങ്ങനെ പറയിപ്പിക്കാൻ അവർക്ക് സാധിച്ചെങ്കിൽ അവിടെ നിങ്ങളുടെ ക്രെഡിബിലിറ്റി എത്രമാത്രം ഉണ്ടായിരുന്നു? നിങ്ങളുടെ കമ്മിറ്റിയുടെ. നിങ്ങൾ ശരിയുടെ പക്ഷത്തായിരുന്നുവെങ്കിൽ ഈ മെമ്പേഴ്സിനെ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ലായിരുന്നോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റില്ലായിരുന്നോ? എന്തുകൊണ്ട് നിങ്ങൾക്കത് പറ്റിയില്ല? നിങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഇല്ലാതായിപ്പോയി. അവിടെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഓരോന്നായി എണ്ണി ചോദിച്ചപ്പോൾ നിങ്ങൾക്കവിടെ മറുപടി ഇല്ലാതായിപ്പോയി. പക്ഷെ നിങ്ങൾ ഇവിടെ പറയുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കെതിരെ നിരവധി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉൾപ്പെടുത്തി അവർ ഒരു പ്രീ പ്രിന്റഡ് റെസൊല്യൂഷൻ തയ്യാറാക്കി അംഗങ്ങൾക്ക് വിതരണം ചെയ്തു. ഒരു മെമ്പറും അങ്ങനെ പറഞ്ഞതായിട്ട് ഒരു മീഡിയയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു ഇൻ്റർവ്യൂവിലും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുമില്ല. ഷഹസീന ആയിക്കോട്ടെ, യമുന റാണി ആയിക്കോട്ടെ, ഇങ്ങനെ കുറച്ചധികം ആൾക്കാർ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവരാരും ഇങ്ങനൊരു റെസൊല്യൂഷൻ കിട്ടിയ കാര്യം പറയുന്നില്ല. ആ റെസൊല്യൂഷൻ എനിക്ക് കൈമാറിയെങ്കിലും അമ്മ ബൈലോ ആർട്ടിക്കിൾ 12E പ്രകാരം അത് പാസ്സായിട്ടില്ല. അന്ന് യോഗത്തിൽ പങ്കെടുത്ത 243 അംഗങ്ങളിൽ ആവശ്യമായ 2/3 ഭൂരിപക്ഷമായ 162 പേരുടെ പിന്തുണ ലഭിക്കാത്തതിനാൽ ആ പ്രമേയത്തിന് യാതൊരു നിയമസാധുതയും ഇല്ല. എന്നിട്ടും ചിലർ ജനറൽ ബോഡിയുടെ തീരുമാനമാണെന്ന് പറഞ്ഞ് ഒരു അഡ്ഹോക് കമ്മിറ്റി നിലവിലുണ്ടെന്ന് അവകാശപ്പെടുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ രാജിവെച്ച് കൊണ്ട് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ പിന്നെ അവരെന്ത് ചെയ്യണം? വന്ന് കാല് പിടിക്കണോ? തിരിച്ച് അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ അമ്മയെ പോവല്ലേ എന്ന് പറഞ്ഞ് തിരിച്ച് വിളിക്കണോ? അവർ ചെയ്തില്ല. അവരവരുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് അടുത്തൊരു കമ്മിറ്റി ഫോം ചെയ്തു. രമേഷ് പിഷാരുടെ അണ്ടറിൽ ഒരു കമ്മിറ്റി ഫോം ചെയ്തു. 7 or 9 മെമ്പേഴ്സാണ് തോന്നുന്നുള്ളത്. ആ കമ്മിറ്റിയിൽ നിന്നും ഒരാളെന്തോ രാജിവെച്ച് പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. തോന്നുമ്പോൾ കയറുക, തോന്നുമ്പോൾ രാജിവെക്കുക, ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഡ്ഹോക് കമ്മിറ്റിയെക്കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട് ചേച്ചി. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് വളരെ ലളിതമായ ചില ചോദ്യങ്ങളാണ്. അമ്മയുടെ ബൈലോയിൽ എവിടെയാണ് അഡ്ഹോക് കമ്മിറ്റി എന്നൊരു സംവിധാനം പറയുന്നത്? ബൈലോയിൽ ഇല്ലാത്തൊരു കമ്മിറ്റി എങ്ങനെയാണ് നിലവിൽ വന്നത്? ഇതാണ് ചോദിക്കുന്നത്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം, ലാലേട്ടൻ രാജിവെച്ചതിന് ശേഷം, ലാലേട്ടൻ്റെ കമ്മിറ്റി രാജിവെച്ചതിന് ശേഷം ഒരു അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ചേച്ചി എവിടെ പോയിരുന്നു? ഉറങ്ങിക്കിടക്കായിരുന്നു. അറിഞ്ഞില്ല അത് അഡ്ഹോക് കമ്മിറ്റി ആണെന്നുള്ള കാര്യം. അന്ന് വിമർശിക്കാത്ത, അന്ന് ഇത് ചൂണ്ടിക്കാണിക്കാത്ത ശ്വേതാ മേനോന് ഇന്നത് ചൂണ്ടിക്കാണിക്കാൻ എന്ത് റൈറ്റാണ് ഉള്ളത്? നിങ്ങൾ പ്രസിഡന്റ് ആയിരുന്നതുകൊണ്ടോ? നിങ്ങൾ പ്രസിഡന്റ് ആയിരുന്ന കമ്മിറ്റി ഇറങ്ങിപ്പോയപ്പോൾ പുതിയ അഡ്ഹോക് കമ്മിറ്റി വന്നതുകൊണ്ടോ? അപ്പോൾ ഇതൊക്കെ ഒരുതരം അധികാരമോഹം അല്ലേ? ഒരു ഇമോഷൻ്റെ പുറത്ത് നിങ്ങൾ ഇറങ്ങിപ്പോയി. പക്ഷേ ആ ഇമോഷൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരണം. കൊള്ളാം, നല്ല രസമുണ്ട്. എന്തായാലും അഡ്ഹോക് കമ്മിറ്റി വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം രമേഷ് പിഷാരുടെ ഉള്ളതുകൊണ്ട് ആ മനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കിയൊരു കാര്യം, നിലപാടുകളുള്ളൊരു മനുഷ്യനാണ്. പറയുന്ന നിലപാടിൽ നിന്ന് ഒരടി അങ്ങോട്ട് മാറാറില്ല, മാറി കണ്ടിട്ടില്ല. അതുകൊണ്ട് സ്മൂത്തായിട്ട് ഇപ്പം ഇപ്പോൾ അവർ പറയുന്നുണ്ട്, ഇവർ കാണിക്കാത്ത കണക്കുകൾ, കഴിഞ്ഞ ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കാത്ത കണക്കുകൾ അടുത്ത 4 മാസം കൊണ്ട് അവർ ചെയ്യുമെന്നാണ് പറയുന്നത്. അത് അവരുടെ കോൺഫിഡൻസ് ആണ്. അതും കണ്ടുകൊണ്ട് ഒരു മൂലയ്ക്ക് മാറിയിരിക്കുന്നതല്ലേ നല്ലത്?
നിങ്ങൾക്ക് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കണമായിരുന്നെങ്കിൽ അവിടെ നിന്നോണ്ട് ചെയ്യണമായിരുന്നു. അത് ചെയ്യാതെ പേടിച്ചിറങ്ങി ഓടിയിട്ട് പിന്നെ വന്നിട്ട് എനിക്ക് അതാണ്, ഞാൻ ഇതാണ്, ഞാൻ മാസമാണ്, ഞാൻ മിണ്ടാണ്ടിരുന്ന എൻ്റെ എന്താ ദൗർബല്യമായിട്ട് കാണരുത്. ഇതിലൊന്നും വലിയ കഴമ്പൊന്നുമില്ല. ബാക്കി നോക്കാം. ബൈലോ വളരെ വ്യക്തമായി പറയുന്നത് ഒരു കമ്മിറ്റി ഔദ്യോഗികമായി രാജിവെച്ചാൽ പുതിയ തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ കമ്മിറ്റി ചുമതല ഏൽക്കുന്നത് വരെ തിരഞ്ഞെടുക്കപ്പെട്ട പഴയ കമ്മിറ്റി തന്നെയാണ് തുടർന്നും പ്രവർത്തിക്കേണ്ടത് എന്നതാണ്. ഒരു വീട്ടിൽ നിന്ന് 10 പേരടങ്ങുന്ന മെമ്പേഴ്സ് ഇറങ്ങിപ്പോയി, ഞങ്ങൾക്ക് ഈ വീട് വേണ്ട എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ വേറെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ. നിങ്ങൾ ഇറങ്ങിപ്പോയി, പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവിടെ ആരെങ്കിലുമൊക്കെ വേണ്ടേ? അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാനും എൻ്റെ കമ്മിറ്റി രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ വ്യക്തികൾക്ക് പകരം അവിടെ ആരെങ്കിലുമൊക്കെ വേണ്ടേ? അതുകൊണ്ടാണ് അവിടെ അഡ്ഹോക് കമ്മിറ്റി വന്നത്. അതിനെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു കമ്മിറ്റിയുടെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട്. കൊള്ളാം. എന്തായാലും ലാലേട്ടൻ്റെ കമ്മിറ്റി രാജിവെച്ചപ്പോഴും ഇതേ വ്യവസ്ഥ തന്നെയായിരുന്നു പാലിച്ചത്. അവിടുത്തെ പേര് അത് തന്നെയല്ലായിരുന്നു, അഡ്ഹോക് കമ്മിറ്റി. പുതിയ കമ്മിറ്റി തിരഞ്ഞെടുക്കാനുള്ള റൈറ്റാണ് ആ കമ്മിറ്റിക്കുള്ളത്. വേറെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ഒരു കമ്മിറ്റി തിരഞ്ഞെടുപ്പ് വരെ ആ കമ്മിറ്റി ഉള്ളൂ. ഇവരുടെ റൈറ്റ് അത് തന്നെയാണ്. പുതിയ കമ്മിറ്റി തിരഞ്ഞെടുക്കണമെങ്കിൽ ഒരു കമ്മിറ്റിയുടെ വേണമല്ലോ, അത് ചെയ്യാൻ ആൾക്കാർ വേണമല്ലോ. നിങ്ങൾ രാജിവെച്ച് പോയില്ലേ? അപ്പോൾ പുതിയ കമ്മിറ്റി വരുന്നത് വരെ അവിടെ കാര്യങ്ങൾ ചെയ്യാനും ഈ പറഞ്ഞ പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാനും അഡ്ഹോക് കമ്മിറ്റിക്കേ പറ്റുള്ളൂ. അതാണ് ഇവിടെ നടക്കുന്നത്. ഈ ശ്വേത ചേച്ചി കുട്ടിയെ പോലെയാണ് ചിന്തിക്കുന്നത്, കൊച്ചു കുട്ടികളെ പോലെയാണ് ചിന്തിക്കുന്നത്. ഒന്നും അറിയാത്ത പോലെ പെരുമാറുന്നു, ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കമ്മിറ്റിക്ക് മാത്രം വേറൊരു നിയമം? ഒരു നിയമമാറ്റവും ഇല്ല. അന്ന് ലാലേട്ടൻ ഈ അഡ്ഹോക് കമ്മിറ്റി ഇരിക്കാൻ തയ്യാറായിരുന്നു. ആരുടെ താല്പര്യങ്ങളാണ് ഇന്ന് അമ്മയുടെ നിയമങ്ങൾക്ക് മുകളിൽ നിൽക്കുന്നത്? അമ്മയുടെ ബൈലോ പ്രകാരം ഒരു സമയം ഒരു കമ്മിറ്റി മാത്രമേ ഉണ്ടാകൂ. അടുത്ത തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ കമ്മിറ്റി ചുമതല ഏൽക്കുന്നത് വരെ നിയമപരമായി തുടരേണ്ടത് ഞങ്ങളുടെ കമ്മിറ്റി തന്നെയാണ്. നിങ്ങളുടെ കമ്മിറ്റി എവിടെ? നിങ്ങൾ രാജിവെച്ചെന്നല്ലേ പറഞ്ഞത്? ഇത് കഴിഞ്ഞ ദിവസം ജയൻ ചേർത്തല അതുപോലെ കൈലാഷ് ഈ രണ്ടുപേരും രാജിവെച്ചെന്ന് പറയുന്നു. നിങ്ങളുടെ കമ്മിറ്റി എവിടെ? നിങ്ങൾ രാജിവെച്ചെന്ന് പറയുന്നു, ഇവർ മെയിൽ അയച്ചു എന്ന് പറയുന്നു. നിങ്ങൾ മീഡിയയുടെ മുന്നിൽ പറഞ്ഞു പോയതേ ഉള്ളൂ, നിങ്ങൾ രാജിക്കത്ത് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ മീഡിയയുടെ മുമ്പിൽ പറയുമ്പോൾ അത് ബാലിശമായിട്ട് പറയേണ്ട കാര്യങ്ങളാണോ? നിങ്ങളുടെ തീരുമാനമല്ലേ നിങ്ങൾ അറിയിച്ചത്? അല്ലേ? നിങ്ങളുടെ കമ്മിറ്റിയുടെ തീരുമാനമാണ് നിങ്ങൾ അറിയിച്ചത്. ഞങ്ങൾ ഇനിയില്ല, ഞങ്ങൾ രാജിവെച്ചിരിക്കുന്നു എന്നറിയിച്ചത്. വെറുതെ ജനറൽ ബോഡിയുടെ മുമ്പിൽ അറിയിക്കാൻ മാത്രമല്ല, മീഡിയയിലും അറിയിച്ചു. അപ്പോൾ ഇനി നിങ്ങളെ തിരിച്ചെടുക്കും തോന്നുന്നുണ്ടോ? എടുത്താ ഭാഗ്യം. അതുകൊണ്ട് തന്നെ അഡ്ഹോക് കമ്മിറ്റി എന്ന പേരിൽ പ്രവർത്തിക്കുന്നവർക്ക് യാതൊരു നിയമസാധുതയുമില്ല. അവർ അമ്മ അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നല്ല ന്യായീകരണം, ഇഷ്ടപ്പെട്ടു, കൊള്ളാം. അമ്മ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. ഇതിലൂടെ സഹായം ലഭിക്കുന്ന നിരവധി ആളുകളുണ്ട്. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞിട്ടും ഇന്നുവരെ അമ്മയുടെ ഒരു പ്രവർത്തനവും മുടങ്ങിയിട്ടില്ല. അതിന്ന് രാവിലെ അവർ പറഞ്ഞപ്പോൾ മനസ്സിലായി. കഴിഞ്ഞ 20 ദിവസമായിട്ട് നിങ്ങൾ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ലെന്നാണ് പറയുന്നത്. നിങ്ങളാണോ സത്യം പറയുന്നത്, അവരാണോ പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അമ്മ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ 2 ചേരിയായിട്ട് മാറിക്കഴിഞ്ഞു. അഡ്ഹോക് കമ്മിറ്റി അടങ്ങുന്ന ഒരു ചേരി, പ്രീവിയസ് കമ്മിറ്റി അടങ്ങുന്ന ഒരു ചേരി, ഇങ്ങനെ മാറിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ജൂലൈ 1 നൽകേണ്ട കൈനീട്ടം കൃത്യസമയത്ത് അംഗങ്ങൾക്ക് ലഭ്യമാക്കി. സഞ്ജീവനി, മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേമ പദ്ധതികളും ഞങ്ങൾ ഉത്തരവാദിത്വത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ രാവിലെ അവർ പറഞ്ഞ കള്ളമാണെന്നാണോ? കഴിഞ്ഞ 20 ദിവസമായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല, പല ക്യാബിൻ്റെയും ചാവികൾ കിട്ടുന്നില്ല, പല ക്യാബിനും അടഞ്ഞു കിടക്കുകയാണ് എന്ന് പറയുന്നതിൽ തെറ്റാണോ? പ്രൂവ് ചെയ്യും തെറ്റാണെങ്കിൽ. എൻ്റെ മൗനം മുതലെടുത്ത് അമ്മയിലെ അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ചില വേസ്റ്റഡ് ഇൻട്രസ്റ്റ് സംഘടനയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമ്മയെ ഹൈജാക്ക് ചെയ്യാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. നല്ല കാര്യം. പക്ഷേ ലേറ്റായിപ്പോയി. ഇതവിടെ ഇരുന്നുകൊണ്ട് ചെയ്യണമായിരുന്നു. രാജിവെച്ചു എന്ന് പറഞ്ഞ് മാസടിച്ച് ഇറങ്ങി പോയതിന് ശേഷം അല്ല ചെയ്യേണ്ടത്. ഇതിപ്പോൾ ശരിക്കും നാണക്കേടായി, ഭയങ്കര നാണക്കേടായി. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ചോദിച്ചു, ലേശം ഉളുപ്പ് ആവാം, അത്ര മാത്രമേ പറയാനുള്ളൂ. സോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണെന്ന് ചോദിച്ചാൽ ഡയറക്റ്റ്ലി ബാധിച്ചില്ലെങ്കിലും ഇൻഡയറക്റ്റ്ലി ബാധിക്കുന്നൊരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.